Good morning students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാറ്റലൈറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളിന്ന് ഓർബിറ്റൽ വെലോസിറ്റിയും പിന്നെ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ക്ലാസ്സിൽ ചില കുട്ടികൾക്ക് ഈ ഓർബിറ്റൽ വെലോസിറ്റീൻ്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും, ടൈം പീരീഡും കൂടിയേ കിട്ടാണ്ടാവുള്ളൂ. അപ്പോൾ അവർ ഓർബിറ്റൽ വെലോസിറ്റി വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ അവരൊരു കാര്യം ചെയ്യാം, നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓർബിറ്റൽ വെലോസിറ്റീൻ്റെ ഫോട്ടോ കൂടി എടുത്തിട്ട് അതും കൂടി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടാണ്. ഓർബിറ്റൽ വെലോസിറ്റിയും ടൈം പീരീഡും അടുപ്പിച്ച് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓർബിറ്റൽ വെലോസിറ്റിയും ടൈം പീരീഡും എഴുതുക. ഓക്കെ, അപ്പോൾ നോട്ടിൽ നോക്കുക, ഓർബിറ്റൽ വെലോസിറ്റി എഴുതിയുള്ളവർ എന്ത് ചെയ്താൽ മതി, ടൈം പീരീഡ് മുതൽ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ നോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗങ്ങളും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റി എന്താ നോക്കാം. ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ ചുറ്റുമ്പോൾ, അല്ലെങ്കിൽ ആ വസ്തു ചുറ്റുന്ന ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്ന പാത്തിനെ നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഒരു പ്ലാനറ്റിനെ ചുറ്റുന്ന സാറ്റലൈറ്റിൻ്റെ പാത്തിനെയാണ് എന്ത് പറയുന്നത്, ഓർബിറ്റ് എന്ന് പറയും. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറ്റലൈറ്റിന് ഒരു ഓർബിറ്റിലൂടെ കറങ്ങാൻ ആവശ്യമായ വെലോസിറ്റിക്കാണെന്ത് പറയുക, ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ദ വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു റിവോൾവ് ഇൻ എ ഓർബിറ്റ്. ദ വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു റിവോൾവ് ഇൻ എ ഓർബിറ്റ്. ഇനി നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഭൂമിയുടെ മാസ് എം, ഭൂമിയുടെ റേഡിയസ് ക്യാപിറ്റൽ R, ഭൂമിയിൽ നിന്ന് h ഉയരത്തിൽ ഒരു സാറ്റലൈറ്റിൻ്റെ മാസാണ് സ്മോൾ ലെറ്റർ m. അപ്പോൾ കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് m റിവോൾവ് അറൗണ്ട് എർത്ത് അറ്റ് എ ഹൈറ്റ് h എന്നുള്ള ഉയരത്തിൽ ഭൂമിയുടെ മുകളിൽ കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ് കൺസിഡർ ചെയ്യുന്നു. ദെൻ നമുക്ക് നോക്കാം, ഒരു വസ്തു വളവ് തിരിയാണ്, അല്ലെങ്കിൽ സർക്കുലാർ മോഷനിലുള്ള ഏതൊരു വസ്തുവിനും സർക്കുലാർ മോഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നുള്ളൊരു ഫോഴ്സ് വേണം. ഇപ്പോൾ വളവ് തിരിയുന്ന ഒരു കാറിനാണെങ്കിലും ഒരു ബൈക്കിനാണെങ്കിലും ഏത് ഫോഴ്സ് വേണം, സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഇപ്പോൾ നമ്മൾ ബൈക്കിൽ വളവ് തിരിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ബൈക്ക് ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുക്കും. അപ്പോൾ ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വളവ് സുഖമായിട്ട് തിരിഞ്ഞു പോവാം. അപ്പോൾ ചെരിയുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടും. അതേപോലെ തന്നെ ഈ സാറ്റലൈറ്റിന് ഭൂമിയെ ചുറ്റുമ്പോഴും ഏത് ഫോഴ്സ് വേണ്ടി വരും, സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണ്ടി വരും. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈക്വൽ ടു mv²/r ആണ്. എം എന്ന് പറഞ്ഞാൽ മാസും വി പറഞ്ഞാൽ വെലോസിറ്റി, ആർ എന്ന് പറഞ്ഞാൽ ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെയും തന്നെ മാസ് എമ്മും വി വെലോസിറ്റി ആയിട്ട് എടുക്കുക. റേഡിയസ് എന്ത് വരും, ആ സാറ്റലൈറ്റിൻ്റെ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. സാറ്റലൈറ്റ് കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ r+h എന്ന് വരും. അതായത് ഭൂമിയുടെ റേഡിയസിലൂടെ ഹൈറ്റ് എച്ചും കൂടിയും കൂടും. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ mv²/r+h എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് മാസുള്ള വസ്തുക്കൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നു. F=G m1m2/r² ആണ്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F എന്ത് വരും, G(m1m2)ന് പകരം മാസ് ഓഫ് സാറ്റലൈറ്റും മാസ് ഓഫ് എർത്തും വരും. അപ്പോൾ Gmm/r+h² എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ആ സാറ്റലൈറ്റിന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ഭൂമി സാറ്റലൈറ്റിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ഫോഴ്സും ഇവിടെ എന്തായിരിക്കും, പരസ്പരം ഈക്വൽ ആയിരിക്കും. കാരണം സെൻട്രിപിറ്റൽ ഫോഴ്സിന് കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. Therefore mv²/r+h ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, Gmm/r+h² എന്ന് എഴുതാം. അതായത് മുകളിൽ എഴുതിയ രണ്ട് ഇക്വേഷന് ഈക്വലായിട്ട് എഴുതാം. അപ്പോൾ സ്മോൾ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ എമ്മും ക്യാൻസൽ ചെയ്ത് പോയി. താഴെയുള്ള r+hഉം അപ്പുറത്ത് r+h² ഒന്നും പോയി. ദെൻ v² ഈക്വൽ ടു നമുക്ക് Gm/r+h എന്ന് എഴുതാം. അപ്പോൾ v ഈക്വൽ ടു √Gm/r+h. ഓക്കെ, എന്ത് കാണാനുള്ള ഇക്വേഷനാണ്, ഓർബിറ്റൽ വെലോസിറ്റി.
അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അതായത് മൂന്ന് ഇക്വേഷനും കൂടി നമുക്ക് ഡിറൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷനായി v = √gm/r+h. ഇനി നമ്മൾ പഠിച്ച റിലേഷനാണ് g = gm/r². അതിന് gm = എന്താ എഴുതാം, r² മോളിലേക്ക് പോകുമ്പോൾ gm = gr² എന്ന് കൊടുക്കുക. അത് ഒന്നാമത്തെ ഇക്വേഷനിലാണ് കൊടുക്കുമ്പോൾ v = എന്ത് വരും, √gr²/r+h എന്ന് വരും. gmന് പകരം gr² ആണ് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, റൂട്ട് കംപ്ലീറ്റ് ഉണ്ട്, √gr²/r+h. ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്തൊരു കണ്ടീഷനാണ്, ഇഫ് ദ സാറ്റലൈറ്റ് ഈസ് വെരി ക്ലോസ് ടു എർത്ത്. സാറ്റലൈറ്റ് ഭൂമിയോട് വളരെ അടുത്താണെങ്കിൽ, ഇപ്പോൾ സാറ്റലൈറ്റ് ഭൂമിയോട് വളരെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഭൂമിയുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്ററാണ്. അപ്പോൾ സാറ്റലൈറ്റ് ഭൂമിയോട് അടുത്താണെന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കേസിൽ എച്ചിനെ നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം, ഒഴിവാക്കാം. അപ്പോൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ എച്ചിന് എന്തെടുക്കുക, 0 എന്ന് എടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ്, ഇക്വേഷൻ നമ്പർ എങ്ങനെ, ഒന്നാമത്തെ ഇക്വേഷനിൽ എച്ചിനോട് ഒഴിവാക്കുക. അപ്പോൾ √gm/r, അത് ഇക്വേഷൻ നമ്പർ 3. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും, v = √gr²/r. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട്, റൂട്ട് കംപ്ലീറ്റ് ആണ്, മൊത്തം റൂട്ടുള്ളതാണ്, ആറും ക്യാൻസൽ ചെയ്ത് പോകും. അതായത് r² ഒരു 6ഉം അടിയിലുള്ള ഒരു 6ഉം. അപ്പോൾ v = എന്താ എഴുതാം, √gr. ഇതൊക്കെ ഇപ്പോൾ 4 ഇക്വേഷനായില്ലേ. 4 ഇക്വേഷനും എന്ത് കാണാനുള്ളതാണ്, ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻസാണ്. ഓക്കെ, അപ്പോൾ ദ വെലോസിറ്റി റിക്വയർഡ് ഫോർ എ സാറ്റലൈറ്റ് ടു റിവോൾവ് ഇൻ എ ഓർബിറ്റ് ഈസ് നോൺ ആസ് ഓർബിറ്റൽ വെലോസിറ്റി. ദെൻ നെക്സ്റ്റ് വൺ, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ടൈം പീരീഡ് ഓഫ് എ, അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പ്രാവശ്യം തിരിഞ്ഞു വരാനാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ്, അതായത് പ്ലാനറ്റിനെ ചുറ്റി ഒരു പ്രാവശ്യം തിരിഞ്ഞു വരാനുള്ള സമയം, ടൈം ടേക്കൺ ബൈ എ സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് 1 റവല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാം, ടൈം പീരീഡ് എന്ന് പറയാം. അപ്പോൾ ടൈം പീരീഡ് എങ്ങനെ കാണുന്നതാണ്. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ടൈം = നമുക്ക് എന്തെഴുതാം, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ടൈമിനെ നമ്മളിവിടെ ടൈം പീരീഡ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തിരിഞ്ഞു വരുന്ന സമയം, വരാനെടുക്കുന്ന സമയം. അപ്പോൾ ഈ പ്ലാനറ്റ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുള്ളൂ എന്ന് നോക്കുക. അപ്പോൾ ടൈം പീരീഡ് ആവുന്ന സമയത്ത് സാറ്റലൈറ്റ് ആ സർക്കുലർ പാത്ത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സർക്കുലർ പാത്തിൻ്റെ സർക്കംഫറൻസ്, അതായത് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2πr. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി, റേഡിയസ് 2πr, r എന്ന് പറഞ്ഞാൽ r+h ആണ്, നേരത്തെ വരച്ച പിക്ചറിലുണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിവിടെ 2πrന് പകരം നമ്മൾ എന്താ എഴുതുക, 2πr+h എന്ന് എഴുതുക, ബൈ വെലോസിറ്റി. അപ്പോൾ 2πr+h/v. ഇനി തൊട്ട് മുന്നേ നമ്മൾ വെലോസിറ്റി കണ്ടുവച്ചിട്ടുണ്ട്, എന്താണ്, √gm/r+h ആണ് അല്ലേ. തൊട്ട് മുന്നേ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി v = ഫസ്റ്റ് ഇക്വേഷൻ √gm/r+h എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ t = എന്ത് വരും, 2πr+h /√gm/r+h എന്ന് വരും. ഇനിയുള്ളത് ശ്രദ്ധിക്കുക, ഇപ്പോൾ t = 2π, മുകളിലുള്ള r+hന് റൂട്ടില്ല. അപ്പോൾ നമുക്ക് എക്സിനെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, √x² എന്ന് എഴുതാം. എനെ റൂട്ടിൻ്റെ ഉള്ളിൽ ഇടണമെങ്കിലോ √a² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ r+hനെ റൂട്ടിൻ്റെ അകത്ത് എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, √r+h² എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ r+hനെ റൂട്ടിൻ്റെ ഉള്ളിലാക്കി. അപ്പോൾ 2π പുറത്തുണ്ട്, 2π √. അപ്പോൾ ആ റൂട്ട് എല്ലാ ഇക്വേഷൻ പാടുള്ളതാണ്. 2π കഴിഞ്ഞിട്ടുള്ള ബാക്കിയൊക്കെ റൂട്ടിലാണ്. √r+h², അതായത് റൂട്ടിൻ്റെ അകത്ത് വരുമ്പോൾ r+h എന്തായി, ² ബാക്കിയുള്ളതിന് /gm, അതൊക്കെ ഇക്വേഷനിലുള്ളതാണ്, /r+h. അപ്പോൾ അത് മൂന്നും താഴത്തേക്ക് എഴുതാനുള്ളതാണ്, √r+h² /gm/r+h.
അപ്പോൾ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആർ പ്ലസ് എച്ചും വെട്ടിപ്പോവില്ല, കാരണം ജി എം ബൈ ആർ പ്ലസ് എച്ച് എന്നുണ്ട്. അപ്പോൾ ഭിന്നസംഖ്യകൾ ഹരിക്കുമ്പോൾ നമ്മൾക്ക് അറിയാം റെസിപ്രോക്കൽ, അതായത് തിരിച്ചിട്ട് ഗുണിക്കുക. അപ്പോൾ നേരെ ആർ പ്ലസ് എച്ച് നേരെ മോളിക്കിന് വരും. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ അതിൽക്കൂടെ ഒരു ആർ പ്ലസ് എച്ചും കൂടി വരുമ്പോൾ എന്താവും, ടി ഈക്വൽ ടു 2π√ഓഫ് ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ബൈ ജി എം. ഓക്കെ, റൂട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, റൂട്ട് കംപ്ലീറ്റ് ഇടണം. റൂട്ട് ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ബൈ ജി എം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 ഫോർ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജി എമ്മിന് പകരം എന്ത് കൊടുക്കുക, ജി ആർ സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ ടി ഈക്വൽ ടു 2π√ഓഫ് ആർ പ്ലസ് എച്ച് ഹോൾ ക്യൂബ് ബൈ ജി ആർ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ഇനി നേരത്തെ നമ്മൾ ചെയ്തു, ഇഫ് ദ സാറ്റലൈറ്റ് ഈസ് വെരി ക്ലോസ് ടു എർത്ത് ടേക്ക് എച്ച് ഈക്വൽ ടു 0. സാറ്റലൈറ്റ് ഭൂമിയോട് വളരെ അടുത്താവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, എച്ചിനെ എന്താക്കി എടുക്കുക, 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും, ടി ഈക്വൽ ടു 2π√ആർ ക്യൂബ്, അതായത് പ്ലസ് എച്ച് പോയി, അപ്പോൾ ആർ ക്യൂബ് ബൈ ജി എം, അനദർ ഇക്വേഷൻ ഫോർ ടൈം പീരീഡ്. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ മാറും, ടി ഈക്വൽ ടു 2π√ഓഫ് ആർ ക്യൂബ് ബൈ ജി ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർ ക്യൂബ് ബൈ ജി ആർ സ്ക്വയർ എന്നുണ്ടല്ലേ. അപ്പോൾ ആർ ക്യൂബത്തെ 2 പോയി, അടിയത്തെ ആർ സ്ക്വയറും പോയി. അപ്പോൾ ടി ഈക്വൽ ടു 2π√ആർ ബൈ ജി, നാലാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ 4 ഇക്വേഷൻ എന്ത് കാണാനുള്ള ഇക്വേഷനാണ്, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് കാണാനുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് ഓർബിറ്റൽ വെലോസിറ്റി, രണ്ടാമത്തെ ടൈം പീരീഡ്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈം പീരീഡ് എഴുതിയാൽ മതി, എന്നിട്ട് രണ്ടും കൂടി അയച്ചു തരാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം 2 bodies of masses 5 kilogram and 6 × 10⁻²4 kilogram are placed with their centers 6.4 × 10⁻6 meter apart. ഇത് 2 bodies of masses 5 kilogram and 6 × 10⁻²4 kilogram are placed with their centers 6.4 × 10⁻6 meters apart. Calculate the gravitational attraction between them. ഇപ്പോൾ 2 മാസുകളാണ് ഏതൊക്കെ, 5 കിലോഗ്രാമും 6 × 10⁻²4 കിലോഗ്രാം. അവ തമ്മിലുള്ള അകലം, അതായത് അവയുടെ സെൻറ്ററുകൾ തമ്മിലുള്ള അകലം 6.4 × 10⁻6 മീറ്റർ അപ്പാർട്ട് അകലത്തിലാണ്. കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ദം, അതായത് അവയ്ക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം എഫ് ഈക്വൽ ടു Gm1m2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ജി നമുക്കറിയാം ജി കോൺസ്റ്റൻ്റ്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ്, ജീൻ്റെ വാല്യൂ 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg/-2. m1 തന്നിട്ടുണ്ട് 5 കിലോഗ്രാം, m2 തന്നിട്ടുണ്ട് 6 × 10⁻24 കിലോഗ്രാം, ദെൻ റേഡിയസ് 6.4 × 10⁻6 മീറ്റർ. അപ്പോൾ ഇവിടങ്ങളൊന്നും കൺവേർട്ട് ചെയ്യാമല്ലോ, ഒക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റിലാണ്, കിലോഗ്രാം മീറ്ററിലൊക്കെയാണ്. അപ്പോൾ നേരിട്ട് ചെയ്യാം. എഫ് ഈസ് ഈക്വൽ ടു Gm1m2 ബൈ ആർ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6.67 × 10⁻11 × 5 × 6 × 10⁻24 ഡിവൈഡഡ് ബൈ 6.4 × 10⁻6 ഹോൾ സ്ക്വയർ. അപ്പോൾ അടിയിൽ എഴുതുമ്പോൾ മാത്രം സ്ക്വയർ കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഈക്വൽ ടു 48.85 എന്ന് വരും. ഫോൾസ് ആയതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ. Then next one, find the orbital velocity of a satellite which is very close to Earth from the following data. അപ്പോൾ ഫൈൻഡ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് സാറ്റലൈറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ എന്നാണ്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വിച്ച് ഈസ് വെരി ക്ലോസ്, അപ്പോൾ ഭൂമിയോട് വളരെ അടുത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ തന്ന ഡാറ്റ ക്യാപിറ്റൽ G 6.67 × 10⁻11, റേഡിയസ് ഓഫ് എർത്ത് 6,400 കിലോമീറ്റർ, മാസ് ഓഫ് എർത്ത് 6 × 10⁻24. അവിടെ കിലോഗ്രാം എന്നാണ്, മാസ് ഓഫ് എർത്ത് കിലോഗ്രാമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് എന്താ തന്നിട്ടുള്ളത്, ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ, വെരി ക്ലോസ് ടു എർത്താണ്. അപ്പോൾ എച്ച് ഇല്ലാത്ത ഇക്വേഷൻ മതി. അപ്പോൾ എച്ച് ഇല്ലാത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ √GR ഉണ്ട്, √GM/R ആണ്. അപ്പോൾ തന്ന വാല്യൂസിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ V ഈക്വൽ ടു √GM/R ആണ്. ഓക്കെ, V ഈക്വൽ ടു √GM/R. അപ്പോൾ V ഈക്വൽ ടു G തന്നിട്ടുണ്ട് 6.67 × 10⁻11 × 6 × 10⁻24 ഡിവൈഡഡ് ബൈ
ഇവിടെ കിലോമീറ്ററിലാണ് റേഡിയസ് അല്ലേ. അപ്പോൾ അതിനെ മീറ്ററിക്ക് മാറ്റണം. കിലോമീറ്ററിനെ മീറ്ററിക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഗുണിക്കുക. ദാറ്റ് ഈസ് 10⁻³ -3 അല്ല 10⁻3. അപ്പോൾ 6400 × 10⁻3. അപ്പോൾ റൂട്ട് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുക. അപ്പോൾ വാല്യൂസ് V = 7907.6 m/s. അതായത് 7907.6 m/s. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലോസ് ടു എർത്ത് ആണെങ്കിൽ എച്ച് ഇല്ലാത്ത ഇക്വേഷൻ, പിന്നെ തന്ന ഡാറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻ, അതായത് ജിയും എമ്മും ആറും വേണം. അപ്പോൾ V = √GM/r. ഓക്കെ. Then next one, find orbital velocity of a satellite which is very close to earth from the following data. അപ്പോൾ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഫോളോയിങ് ഡാറ്റയിൽ മാറ്റമുണ്ട്. സ്മോൾ ലെറ്റർ G = 9.8 m/s² ആണ്. ക്യാപിറ്റൽ ലെറ്റർ R 6400 km ആണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ഏത് ഇക്വേഷനാവും വേണ്ടി വരിക? GM/r വേണ്ട, കാരണം തന്ന ഡാറ്റ ജിയും ആറും സ്മോൾ ലെറ്റർ. അപ്പോൾ V = √GR. അപ്പോൾ V = √G നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് 9.8. അപ്പോൾ 6400 km എന്തൊക്കെ മാറ്റണം? മീറ്ററിക്ക് മാറ്റണം. അപ്പോൾ 9.8 × 6400 × 10⁻3. ദെൻ V = 7919.59 m/s. ഓക്കെ. ഇപ്പോൾ രണ്ടും ഓർബിറ്റൽ വെലോസിറ്റിയാണ് കാണാനുള്ളത്, പക്ഷേ തന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്യുന്നത്. Then next one, find the time period of a satellite which is very close to earth from the following data. അപ്പോൾ ഇവിടെ ക്ലോസ് ടു എർത്ത്, അപ്പോൾ എച്ച് ഇല്ലാത്ത ഇക്വേഷൻ, പക്ഷേ ടൈം പീരീഡാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഫോളോയിങ് ഡാറ്റ എന്തൊക്കെ നോക്കാം. നേരത്തെ പറഞ്ഞാൽ G, ക്യാപിറ്റൽ ലെറ്റർ G തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്, മാസ് ഓഫ് എർത്ത് തന്നിട്ടുണ്ട്. G = 6.67 × 10⁻11 nm² kg⁻². Then radius of earth 6400 km. Then mass of earth 6 × 10⁻24. അപ്പോൾ ടൈം പീരീഡ് കാണാനുള്ള കുറേ ഇക്വേഷൻ ഉണ്ട്. T = 4 ഇക്വേഷൻ ഉണ്ട് അല്ലേ. 2π√R³ ആണ് നമ്മളിവിടെ എടുക്കുന്നത്, കാരണം എച്ച് ഇല്ലാത്ത ഇക്വേഷനും പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ജിയും എമ്മും വരുന്ന ഇക്വേഷനും. അപ്പോൾ T = 2π√R³/GM. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, 2π കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ മുകളിൽ R³ കാണണം. അപ്പോൾ 6400 മീറ്ററിക്ക് മാറ്റുമ്പോൾ 6400 × 10⁻3. അതിന് ക്യൂബ് ഉണ്ട്. അപ്പോൾ മുകളിൽ ഒരു എക്സ്ട്രാ ബ്രാക്കറ്റ് വേറെ വേണം R³ വേണ്ടിയിട്ട്. ദെൻ അടിയിൽ GM കാണാം, G × M. അടിയിലും അപ്പോൾ 2 ടേം ഉണ്ട്. അപ്പോൾ അടിയിൽ വീണ്ടും ബ്രാക്കറ്റ് ഇടണം. 6.67 × 10⁻11 × 6 × 10⁻24. മാസ് ഓഫ് എർത്ത് കിലോഗ്രാമിലാണ്. ഓക്കെ. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യേണ്ട, മാസ് ഓഫ് എർത്ത് 6 × 10⁻24 kg എന്നാണ്. ഓക്കെ, അതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ഇത്രയും ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ T = 5082.6 സെക്കൻഡ് എന്ന് വരും. ഓക്കെ. T = 5082.6 സെക്കൻഡ്. ഓക്കെ, അത് ടൈം പീരീഡ്. അപ്പോൾ ഇതേപോലെ ടൈം പീരീഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ കൂടി നോക്കാം. ഓക്കെ. Find the time period of a satellite which is very close to earth from the following data. അപ്പോൾ ഇവിടെ ഡാറ്റ ഏതാ നോക്കാം. ഇവിടെ സ്മോൾ ലെറ്റർ ജിയും 9.8 m/s², R = 6400 km. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട എച്ച് ഇല്ലാത്ത ഇക്വേഷൻ തന്നെ, കാരണം എന്താണ്, സാറ്റലൈറ്റ് ഭൂമിയോട് വളരെ അടുത്താണ്. അപ്പോൾ എച്ച് ഇല്ലാത്ത ഇക്വേഷൻ. അപ്പോൾ T = 2π√R/G എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം, T = 2π√R പകരം 6400 × 10⁻3 / 9.8. അപ്പോൾ T = 5075 സെക്കൻഡ് എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കുക. 4 പ്രോബ്ലംസ്, 5 ചെയ്തു, അതിൽ 4 നോക്കുക. ആദ്യത്തെ ഓർബിറ്റൽ വെലോസിറ്റി കാണാനുള്ളത്. ഓർബിറ്റൽ വെലോസിറ്റിയിൽ വെരി ക്ലോസ് ടു എർത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ എമ്മും ആണ്. അപ്പോൾ അത് വെച്ചുള്ള ഇക്വേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്തതിൽ പറഞ്ഞിട്ടുള്ളത് സ്മോൾ ലെറ്റർ ജിയും സ്മോൾ ലെറ്റർ ആറും. അപ്പോൾ V = √GR എന്നുള്ള ഇക്വേഷൻ മതി. ഇനി അതേപോലെ തന്നെ ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് വിച്ച് വെരി ക്ലോസ് ടു ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. ഇവിടെ ടൈം പീരീഡാണ് കാണാൻ പറഞ്ഞത്, പക്ഷേ ഡാറ്റാസ് ക്യാപിറ്റൽ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ എമ്മും ആണ്. അപ്പോൾ T = 2π√R³/GM എന്ന് വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ.
ഇവിടെ സ്മോൾ ലെറ്റർ ജിയും ക്യാപിറ്റൽ ലെറ്റർ ആറും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ടി ഈക്വൽ ടു 2π√r/g എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. ടി ഈക്വൽ ടു 2π√r/g. അപ്പോൾ ടി ഈക്വൽ ടു 2π√6400 × 10⁻³ ഡിവൈഡഡ് ബൈ 9.8 എന്ന് വരും. അപ്പോൾ then ടി ഈക്വൽ ടു 5075 സെക്കൻഡ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യം ശ്രദ്ധിക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.